കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് കമിഴ്ന്ന് വീണിട്ടില്ല, നേരെ ഇരിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു, കുഞ്ഞിന് എത്ര മാസമായി, ഇതുവരെ കമിഴ്ന്നില്ല, അത് പ്രശ്നമാണെന്നൊക്കെ ചോദിച്ചിട്ട്. ചുട്ടുമണിക്ക് ഇപ്പോൾ 6 മാസമായി. അപ്പോൾ ഇത് സ്വയമേ കമിഴ്ന്ന് വീണിട്ടില്ല, പക്ഷേ ഒരു 3-4 ദിവസം മുന്നേ ഇപ്പോൾ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. യാമിക്ക് ഒരു 3 മാസം ആയപ്പോൾ തന്നെ യാമി ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, ചരിഞ്ഞ് വീണ് ഇങ്ങനെ എല്ലാം എക്സ്പ്ലോർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഉടനടി തന്നെ കമിഴ്ന്ന് വീഴാനുള്ള ശ്രമമായിരിക്കും. പക്ഷേ ആ ഒരു ചരിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ കമിഴ്ന്ന് വീണിട്ടില്ല. നമ്മൾ കമിഴ്ത്തി കിടത്തിയാൽ കുറച്ച് സമയം അങ്ങനെ കിടക്കും, തലയ്ക്ക് ഉയർത്തി വെച്ച് സെറ്റായിട്ട് കിടക്കും. പക്ഷേ സ്വന്തമായിട്ട് അങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ വീണിട്ടില്ല. വാക്സിനൊക്കെ എടുക്കാൻ നോക്കും, ഡോക്ടർ ചോദിച്ചു കുഞ്ഞ് കമിഴ്ന്നു ചോദിച്ചു. അപ്പോൾ നമ്മൾ കമിഴ്ന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അതങ്ങനെ വലിയൊരു മൈൽ സ്റ്റോൺ ഒന്നുമല്ല. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് എല്ലാ മൂവ്മെന്റ്സും കറക്റ്റൊക്കെയാണ്, ഹെൽത്തിയാണ്, കുഞ്ഞ് ഓക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും കമിഴ്ന്ന് വീണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതൊക്കെ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ജനറേഷൻ ബീറ്റുകളാണല്ലോ, അപ്പോൾ ഇവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ ഡയറക്റ്റായിട്ട് ഇരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്, നേരെ അങ്ങ് ഇരിക്കുക തന്നെ. അതാ ഇപ്പോഴത്തെ ഫാഷൻ പോലും ആണോ. എനിക്കെന്താ പറയാനുള്ളത്, തിന്നാനല്ല. ഓക്കെ, അമ്മമാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 5 മാസമായി 6 മാസമായി ഇതുവരെ കമിഴ്ന്ന് വീണിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമാണോ, കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെയൊന്നും ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പാണ്, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും താല്പര്യം. അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ കമിഴ്ന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട, അങ്ങനെ വേറെ കുട്ടി കമിഴ്ന്നെന്ന് പറഞ്ഞാൽ ആരും കമ്പയറും ചെയ്യേണ്ട. നമ്മുടെ കുഞ്ഞ് എങ്ങനെയാണോ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. ടെൻഷനാണ്, നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ സമീപിക്കുക. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാം.